ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. യേശുവേ എൻ ചിന്തകളെ നിൻ ചിന്തകളാക്കണമേ. യേശുവേ എൻ ചിന്തകളെ നിൻ ചിന്തകളാക്കണമേ. യേശുവേ എൻ ഹൃദയത്തെ നിൻ ഹൃത്തടമാക്കണമേ. യേശുവേ എൻ ഹൃദയത്തെ നിൻ ഹൃത്തടമാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ അനുതാപത്തിലേക്ക് ക്ഷണിക്കുന്നവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ശോഭയിലെന്ന ഈ വചന ആരാധന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ തിരുമുഖത്തിൻ്റെയും തിരുനാമത്തിൻ്റെയും ഭക്തി നമ്മൾ ആഘോഷിക്കുകയും അത് ആസ്വദിക്കുകയും ആ ഭക്തിയിൽ നമ്മൾ ആഴപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ ശുശ്രൂഷ. ഈശോയുടെ തിരുമുഖം കണ്ട് ഇരിക്കാനും ഈശോയുടെ തിരുമൊഴി കേൾക്കാനും അവിടുത്തെ തിരുനാമം വിളിച്ച് പ്രാർത്ഥിക്കുവാനും അവിടുത്തെ തിരുമാറിൽ വിശ്രമിക്കാനും ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. ഈ സൗഭാഗ്യ സമയത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മോടൊത്ത് വിരുന്ന് ആസ്വദിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ ആഗ്രഹങ്ങളെക്കുറിച്ചാണ്. ഈശോയുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളായി മാറുമ്പോഴാണ് യേശുനാമത്തിലുള്ള പ്രാർത്ഥന യഥാർത്ഥത്തിൽ പ്രാർത്ഥനയാകുന്നത്. അതുകൊണ്ട് നമ്മൾ കാണുകയായിരുന്നു, ഈശോ ആഗ്രഹിക്കുന്നു, എല്ലാവരും ഈശോയെ അന്വേഷിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമ്മളും അത് തന്നെ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ മറ്റൊരാഗ്രഹത്തെക്കുറിച്ചാണ്.
നമ്മോടൊത്ത് വിരുന്ന് ആസ്വദിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. വെളിപാട് 3:20. ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. അതായത് ഈശോയുടെ ആഗ്രഹമാണ് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുക എന്നത്. ഈശോ നമ്മളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും നമ്മളോടൊത്ത് ഭക്ഷിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളിൽ നിന്ന് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഭക്ഷണം ഏതാണ്? ആ വിരുന്ന് ഏതാണ്? നമ്മൾ ദൈവത്തിനു വേണ്ടി വിളമ്പുന്ന വിരുന്ന് ഏതാണ്? സ്വർഗത്തിൽ നമുക്ക് കർത്താവിന് വേണ്ടി വിളമ്പാൻ കഴിയുന്ന വിരുന്ന് ഏതാണ്? ഈ ഭൂമിയിൽ വിളമ്പാൻ കഴിയുന്ന വിരുന്ന് ഏതാണ്? ആ വിരുന്ന് എന്ന് പറയുന്നത് ആരാധനയുടെ വിരുന്നാണ്. ദൈവം സ്വീകരിക്കുന്ന വിരുന്ന് ആരാധനയുടെ വിരുന്നാണ്. നമ്മൾ സ്വർഗത്തിൽ വിരുന്നിനിരിക്കും എന്ന് വചനം നമ്മോട് പറയുന്നുണ്ട്. നമ്മൾ സ്വർഗത്തിൽ ആസ്വദിക്കാൻ പോകുന്ന വിരുന്ന് ഏതാണ്? നമുക്കറിയാം, ഈ ഭൂമിയിലുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിരുന്നല്ല നമ്മൾ സ്വർഗത്തിൽ ആസ്വദിക്കാൻ പോകുന്നത്. കാരണം സ്വർഗത്തിൽ നമുക്ക് ഇതുപോലെയുള്ളൊരു ശരീരമില്ല. അപ്പോൾ സ്വർഗത്തിൽ നമ്മൾ ആസ്വദിക്കുന്ന വിരുന്ന് ദൈവ സാന്നിധ്യത്തിൻ്റെ വിരുന്നാണ്. നമ്മൾ ഈ ഭൂമിയിലും സ്വർഗത്തിലും ദൈവത്തിന് വിളമ്പുന്ന വിരുന്ന് എന്ന് പറയുന്നത് ദൈവാരാധനയുടെ വിരുന്നാണ്. ദൈവം നമുക്ക് വേണ്ടി വിളമ്പുന്ന വിരുന്ന് തൻ്റെ സാന്നിധ്യത്തിൻ്റെ വിരുന്നാണ്. നമ്മൾ സ്വർഗത്തിൽ നമ്മുടെ സ്വർഗീയ ജീവനിൽ എന്താണോ ചെയ്യാൻ പോകുന്നത് ആ പ്രവൃത്തിയാണ് ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ ഈശോയെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് സ്വർഗീയ ജീവിതത്തിൻ്റെ ഒരു മുന്നാസ്വാദനം കൂടെയാണ്. അതുപോലെ നമ്മൾ ഈശോയെ ആരാധിക്കുന്നു, അതുപോലെ തന്നെ ഈശോയുടെ സാന്നിധ്യം നമ്മൾ ആസ്വദിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവം ഒരുക്കുന്ന ഒരു വിരുന്നിനെക്കുറിച്ച് പറയുകയാണ്. യേശു അവനോട് പറഞ്ഞു, ഒരിക്കൽ ഒരുവൻ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിച്ചു. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ കഴിവ് പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണം. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണം. മൂന്നാമതൊരുവൻ പറഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. അനന്തരം ആ ദാസൻ പറഞ്ഞു, യജമാനനെ, നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോ ക്ഷണിക്കുന്നത് തൻ്റെ വിരുന്നിലേക്കാണ്. ഈ വിരുന്നിലേക്ക് ക്ഷണിക്കുമ്പോൾ പലർക്കും അതിന് സമയമില്ല. ചില ആളുകൾ പറയുന്നു, ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു, ആ സ്ഥലം നോക്കാൻ പോകുന്നു എന്ന്. നമുക്ക് യുക്തിസഹമായി നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമുണ്ട്. വയൽ മേടിക്കുന്നതിന് മുൻപല്ലേ അത് കൃത്യമാണോ എന്ന് പരീക്ഷിക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു വസ്തു നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മളത് കൃത്യമായി കണ്ട് അത് തീർച്ചപ്പെടുത്താറുണ്ട്. വാങ്ങിച്ചതിന് ശേഷം അത് ആസ്വദിക്കാൻ പോവുകയാണ്. ഇനി ഈ വിരുന്ന് ആസ്വദിച്ചതിന് ശേഷം അതിനു വേണ്ടി പോയാൽ പോരെ എന്ന് ചോദിക്കാവുന്നതാണ്. അതുപോലെ കാളകളെ മേടിച്ച ഒരാൾ അതിനെ പരീക്ഷിക്കാൻ പോകാൻ വേണ്ടി വലിയ ഒരു പ്രധാനപ്പെട്ട വിരുന്ന് ഉപേക്ഷിക്കുകയാണ്. കല്യാണം കഴിച്ച ആളുമായിട്ട് ഭാര്യയുമായിട്ട് വിരുന്നിന് പോയാൽ മതി.
പക്ഷേ അയാൾക്ക് വിരുന്ന് പ്രധാനപ്പെട്ടതല്ല. ഈ 3 കൂട്ടർക്കും ദൈവത്തിൻ്റെ വിരുന്ന് അപ്രധാനമാണ്. അവർ അതിന് വില കാണുന്നില്ല. നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തേക്കുള്ള കുർബാനയെക്കുറിച്ച് എടുത്താൽ മതി, ദിവ്യബലിയെക്കുറിച്ച് നമുക്കെടുക്കാവുന്നതാണ്. നമുക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സൗകര്യമുണ്ടായിട്ടും അതിന് പോകാത്തവർ നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകാം. ചില ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ദിവ്യബലി, അനുദിന ദിവ്യബലി മുടക്കുന്നവർ, ഞായറാഴ്ചത്തെ ബലി മുടക്കുന്നവർ, കുടുംബ പ്രാർത്ഥന മുടക്കുന്നവർ, ആരാധന മുടക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ആഗ്രഹമാണ് ഈശോ വിളമ്പുന്ന വിരുന്നിലേക്ക് നമ്മൾ ഓടിയെത്തണമെന്ന്. ഈശോയുടെ ഈ ആഗ്രഹത്തെ പരിഗണിക്കാത്ത മനുഷ്യർ, അതിന് വില കൊടുക്കാത്ത മനുഷ്യർ നശിപ്പിക്കപ്പെടുകയാണ്. വിരുന്നിന് വരാത്തവരുടെ നഗരത്തെ അവിടുന്ന് നശിപ്പിച്ചു എന്ന് വചനം പറയുന്നുണ്ട്. അവരുടെ നഗരത്തെ തന്നെ, അവർ താമസിക്കുന്ന ദേശം തന്നെ നശിച്ചു പോവുകയാണ്. ദൈവത്തിന്, ദൈവാരാധനയ്ക്ക് വേണ്ടത്ര വില കൽപ്പിക്കാത്ത മനുഷ്യരുടെ ജീവിതം അത് നശിച്ചു പോകും. വചനം പറയുന്നത് പോലെ ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നമ്മൾ ഈശോയെ അവിടുത്തെ ആരാധിക്കണമെന്ന്, ഈ ഭൂമിയിൽ ആരാധിക്കണമെന്ന്. സ്വർഗത്തിലുള്ള ജീവിതം തന്നെ ആരാധനയുടെ ജീവിതമാണ്. മനുഷ്യനോടൊത്ത് ഒന്നായിരിക്കണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഈ ആരാധനയുടെ സമയമെന്ന് പറയുന്നത് മനുഷ്യാത്മാവും ദൈവാത്മാവും ലയിച്ചു ചേരുന്ന, ഒന്നായിത്തീരുന്ന ഒരു സമയമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാമത്തെ തിരുവചനം എങ്ങനെയാണ്? യോഹന്നാൻ 14:3, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോയുടെ ആഗ്രഹം എന്താണ്? ഈശോ ആയിരിക്കുന്നിടത്ത് നമ്മളും ആയിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ തിരുവചനം, യോഹന്നാൻ 17:21, അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടെ നിന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിൽ നമ്മൾ ലയിച്ചു ചേരുക എന്നത് ഈശോയുടെ ആഗ്രഹമാണ്. അതാണ് വിരുന്നെന്ന് പറയുന്നത്. മറ്റൊരു വചനഭാഗമുള്ളത് ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകുകയോ ആട് മേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വരെ അരമുറുക്കി എന്നെ പരിചരിക്കുക, അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ പറയുക. കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഓർമ്മിപ്പിക്കുന്നത് ഒരു നിത്യതയെക്കുറിച്ചാണ്. ഒഴുകുകയും ആടുമേയ്ക്കുകയും ചെയ്യുക എന്നത് ഒരു ഇമേജറിയാണ്. ഈ ഭൂമിയിൽ ദൈവം നമ്മെ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം പൂർത്തിയാക്കി നമ്മൾ സ്വർഗഭവനത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്, നീ വീണ്ടും അരമുറുക്കി എന്നെ പരിചരിക്കുക. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ ഒത്തിരിയേറെ ജോലികൾ ചെയ്ത് നമ്മുടെ ഭവനത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഈശോ പറയാണ്, നീ വീണ്ടും അരമുറുക്കി എന്നെ പരിചരിച്ചുകൊണ്ട് എനിക്ക് ഭക്ഷണം വിളമ്പുക. നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവമാകുന്ന യജമാനന് വിളമ്പുന്ന ഭക്ഷണം എന്ന് പറയുന്നത് വീണ്ടും ദൈവാരാധനയുടെ ഭക്ഷണമാണ്, ആരാധനയാണ്, സ്തുതിപ്പാണ്, പ്രാർത്ഥനയാണ്. അതുപോലെ അതിനുശേഷം നിനക്ക് ഭക്ഷിക്കാം. അപ്പോൾ ഈ ആരാധന നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ഭക്ഷണം ലഭിക്കും. അത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഭക്ഷണമാണ്.
ദൈവത്തിൽ ലയിച്ചു ചേരുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും പരമമായ ലക്ഷ്യം. നമ്മുടെ ജീവിതം ദൈവീക ജീവനിൽ ലയിച്ചു ചേരാനുള്ള ഒരു യാത്രയാണെന്ന് മറന്നു പോവുകയാണ്. യോഹന്നാൻ 1:7 നമ്മളിങ്ങനെ വായിക്കുന്നു, അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. ദൈവിക ജീവനിൽ ലയിച്ച് ചേരണമെങ്കിൽ ഈശോ പ്രകാശമായിരിക്കുന്നത് പോലെ ഞാനും പ്രകാശമായിരിക്കണം. കുറേ അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രകാശമാകുന്ന ഈശോയിൽ ലയിച്ചു ചേരാൻ എനിക്ക് സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു വിഷയം ഇതാണ്: ഈശോയെ, നിന്നിൽ ലയിച്ചു ചേരാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ജീവിതം നിന്നിൽ ലയിച്ചു ചേരുന്നതിനുള്ള ഒരു യാത്രയാണെന്നുള്ളൊരു ഉൾബോധ്യത്തോടുകൂടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. മക്കളെ പഠിപ്പിക്കണം, മക്കളെ വളർത്തണം, അല്ലെങ്കിൽ ജോലി ചെയ്യണം, സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പാടുകൾ ഉണ്ടാക്കണം, ഭവന നിർമ്മാണം നടത്തണം, കാര്യങ്ങളൊക്കെ, വീടിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തണം, മാതാപിതാക്കളെ നോക്കണം, സഹോദരങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, സമൂഹത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക എന്ന ലക്ഷ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാകണം. ആ ഒരു ബോധ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ ഒരു വിവാഹ വിരുന്നിൻ്റെ കഥയുടെ അവസാന ഭാഗമാണ്. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. ഒരാൾ വന്നിരിക്കുകയാണ് വിവാഹ വിരുന്ന് കഴിക്കാൻ, പക്ഷേ അയാൾക്ക് വിവാഹവസ്ത്രമില്ല. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹവസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. പ്രിയപ്പെട്ടവരെ, വിവാഹവസ്ത്രമില്ലാതെ വിരുന്നിന് വരിക എന്ന് പറഞ്ഞാൽ അഴുക്കുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തിൽ ലയിച്ചു ചേരാൻ വേണ്ടി പോകുന്നവരെ പോലെയാണ്. ഈശോ പറയാണ്, നിൻ്റെ വിവാഹ വസ്ത്രം ധരിക്കുക, വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കുക, ആരാധനയുടെ വസ്ത്രം ധരിക്കുക, സ്നേഹത്തിൻ്റെ വസ്ത്രം ധരിക്കുക. അതിന് നമ്മെ സഹായിക്കുന്ന ഭക്തിയാണ് തിരുമുഖ ഭക്തി. ഈശോയുടെ തിരുമുഖത്തെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഈശോയുടെ തിരുമുഖത്തിൽ നിന്ന് പകരപ്പെടുന്ന പ്രകാശം നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളെ മാറ്റും. നമ്മൾ ഇന്ന് ഏറ്റെടുക്കേണ്ടത് ഈശോയോടുകൂടെ, ഈശോയുടെ ഒരു ആഗ്രഹമാണ് നമ്മോടുകൂടെ വിരുന്നിനിരിക്കണമെന്ന്, നമ്മൾ ഈശോയാകുന്ന ആ സാന്നിധ്യത്തിൻ്റെ വിരുന്ന് ആസ്വദിക്കണമെന്ന്. ആ ആഗ്രഹം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. എല്ലാ മനുഷ്യരും ആരാധകരായി തീരുന്ന, ആരാധകരുടെ ഒരു സമൂഹം രൂപപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഒത്തിരി സ്നേഹത്തോടു കൂടെ നമ്മളിപ്പോൾ പരിശുദ്ധ ത്രിത്വത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആരാധനയുടെ ഒരു അഭിഷേകം. ആരാധിക്കുമ്പോൾ കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും, നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ അഴുക്കുള്ള വസ്ത്രം മാറി അഴുക്കില്ലാത്ത വെണ്മയുള്ള വിവാഹ വസ്ത്രം നമുക്ക് ലഭിക്കുന്നൊരു സമയമാണ് ആരാധനയുടെ സമയം. കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായൊരു അഭിഷേകം അനേകായിരം മക്കളിലേക്ക് ഇപ്പോൾ കടന്നു വരിക. ആരാധകരായി, ആരാധകരുടെ സമൂഹമായി നമ്മൾ മാറുന്നൊരു സമയമാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് പാടാം. ആരാധന, സ്തുതി, ആരാധന, 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 ആരാധന, സ്തുതി, ആരാധന,
ആരാധന സ്തുതി ആരാധന 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 കരമടിച്ച ദൈവമേ ആരാധന പരിശുദ്ധ ത്രിത്വമേ ആരാധന ത്രിയേക ദൈവമേ ആരാധന പരിശുദ്ധ ത്രിത്വമേ ആരാധന ദൈവപിതാവേ ആരാധന ആബാ പിതാവേ ആരാധന ദൈവപിതാവേ ആരാധന ആബാ പിതാവേ ആരാധന ദൈവകുമാര ആരാധന ശ്രീയേശുനാഥ ആരാധന ദൈവകുമാര ആരാധന ശ്രീയേശുനാഥ ആരാധന പാവനാത്മാവേ ആരാധന സ്വർഗത്തിനഗ്നി ആരാധന പാവനാത്മാവേ ആരാധന സ്വർഗത്തിനഗ്നിയേ ആരാധന മഹത്വത്തിൻ രാജനേ ആരാധന മഹിമതന്നാത്മനേ ആരാധന മഹത്വത്തിൻ രാജനേ ആരാധന മഹിമതന്നാത്മനേ ആരാധന 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 ഒരുമിച്ച് പാടാം ആരാധന 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 ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു ആരാധിക്കുന്നു 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 സ്വയേ ആരാധിക്കുന്നു സ്വയേ ആരാധിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഹല്ലേലൂയ 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 സാധിക്കുന്നവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തി ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ ആശീർവാദം നമ്മെ അനുഗ്രഹമാക്കി മാറ്റുന്നൊരു ആശീർവാദമാണ്. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ മനുഷ്യരെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈശോയെ അറിയാനും സ്നേഹിക്കാനും ഇടവരാൻ വേണ്ടി എല്ലാവരും ആരാധിക്കുന്നവരായി തീരണമെന്നൊരു ആഗ്രഹത്തോടു കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധകരുടെ ഒരു പുതിയ സമൂഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മനുഷ്യൻ്റെ പാപങ്ങൾക്ക്, മനുഷ്യകുലം മുഴുവൻ ചെയ്തു പോകുന്ന പാപങ്ങൾക്ക് പരിഹാരമായി ദിവ്യകാരുണ്യത്തെ ആരാധിക്കാനുള്ള കൃപ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഈശോയെ ആരാധിക്കുന്നവരായി തീരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ ഈശോയേ